Hi all, Assalamualaikum. Welcome back to my YouTube channel Chipu's vlog and it's me Chipu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റാൻഡം ആയിട്ടുള്ള വീഡിയോസാണ് ഒരു വീക്ക്ലി വ്ളോഗ് പോലെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് സെപ്റ്റംബർ 1, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറായി 1-ാം തീയതിയാണ്, അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാം കൊണ്ടൊരു നല്ലൊരു സ്റ്റാർട്ടാവട്ടെ. അപ്പോൾ ഇത്ര ദിവസം ഭയങ്കര എന്താ പറയുക, ഒരു പ്ലാനില്ലാണ്ടുള്ളൊരു പോക്ക്, അങ്ങനെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നോട്ടിട്ടെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഞാൻ എങ്ങനെ ആയിരുന്നു മുന്നേ അതുപോലെ പ്ലാൻ, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഇപ്പം മാരേജ് കഴിഞ്ഞതിന് ശേഷം ബ്രദറിൻ്റെ മാരേജിനായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഫുൾ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തൊട്ടിട്ട് വീണ്ടും ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് എത്തണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 4th മന്ത് ആവാറായി ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ഉണ്ട്, അത് വേറെ കാര്യം. മെയ് ലാസ്റ്റ് വരെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ജൂൺ 1 തൊട്ടിട്ട് ഞാൻ റിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആവുന്ന 4th മന്താണ് ആക്ച്വലി. ബട്ട് ഈവൻ ദോ എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് കളറിന്ന്, പക്ഷെ അത് അവർ അപ്പോൾ കുട്ടികളെ ഓരോ ദിവസമായിട്ടുള്ള ഫീസ് തരിക, അങ്ങനെ അല്ലാണ്ട് പക്ക ഒരു പ്രോപ്പറായിട്ടുള്ള സാലറി അത് നമുക്കില്ല. അപ്പോൾ അതിൻ്റെ പക്ഷെ കുഴപ്പമില്ല, യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ഓൺ ചെയ്യാണ്, മുന്നോട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് മന്ത് പറയുമ്പോൾ ഞാൻ ആക്കി, അതുകൊണ്ട് ആ ഒരു മന്ത് ഒട്ടും റിഗ്രറ്റ് ഫീലിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് സെക്കൻഡ് മന്ത് വന്നിട്ട് ഇവിടേക്ക് പോയത് ജൂലൈക്ക് ഐ ഡോണ്ട് നോ, പെട്ടെന്ന് ഓഗസ്റ്റിന് ഫുൾ കല്യാണമായി. അപ്പോൾ ഇനി സെപ്റ്റംബറാണ്. അപ്പോൾ ഇപ്പോൾ തൊട്ടിട്ട് ഇനി ഞാൻ നല്ല ഒരു പ്രോപ്പർ ജോബിന് വേണ്ടിയിട്ടുള്ള ട്രൈയും കാര്യങ്ങളും ചെയ്യണം. ബ്രേക്ക് വരെ ഇത് ശരിക്കും ഞാൻ എൻ്റെ ഒരു കരിയറിൽ ആക്ച്വലി ഞാൻ തീരെ ബ്രേക്ക് അങ്ങനെ വരുത്താറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ 3 മാസം ഞാൻ ഒമാനിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ശരിക്കൊരു ബ്രേക്ക് പോലെ ആയിരുന്നു എനിക്ക്. ബട്ട് ഈവൻ ദോ ഞാനത് കോമ്പൻസേറ്റ് ചെയ്ത് വേഗം അടുത്ത ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു, നാട്ടിലെത്തിയ പാടെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കണേ. എൻ്റെ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ എന്തായാലും ഒരു ജോബിന് കയറി ഇങ്ങനൊരു ബ്രേക്ക് ഉണ്ടാവില്ല, അത് ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ചായ കുടിച്ചോ, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറേ ദിവസം ഞാൻ എന്നും ഞാൻ ലാപ്പ് ഓൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാറില്ല. സോ എനിക്ക് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് തൊട്ടിട്ട് അത് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു. എനിക്ക് കുറേ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയില്ല, ഓർമ്മയില്ല, എന്ത് തോന്നുന്നത്. ഈ ഇങ്ങനത്തെ ബുക്കുകളില്ലേ, ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉള്ള ഒരു ബുക്കാണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് ഈ കാക്കക്ക്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം, അതിന് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ടിക്കിടാം, അതിനൊക്കെ ആയിട്ടുള്ള ബുക്കാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ്. ഒരു മിനിറ്റ്, ആ കാക്കം പോട്ടെ, അപ്പോൾ ഓണില്ല. അപ്പോൾ അങ്ങനത്തെ ബുക്കൊക്കെയാണ് ഇത്. ഇതും അങ്ങനത്തെ ബുക്കാണ്. അങ്ങനത്തെ ബുക്കല്ല, ഇത് പ്ലെയിൻ നോട്ട് ബുക്കാണ്, പക്ഷെ നല്ല കട്ടിയുള്ളത് ഫാക്ടറാണ്. കുറച്ച് പിൻട്രസ്റ്റ് വൈബ് നോട്ട് ബുക്സ് നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടർ നോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫാക്ടർ നോട്ട്സ് എന്ന് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി. ഇത് ഞാൻ വരച്ചൊട്ടിച്ചതാണ്, യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്. ആൻഡ് നമുക്ക് ചെയ്യാം. നല്ല കട്ടിയുള്ള എന്താ പറയുക പേജസും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര ക്യൂട്ടാണ്. ആൻഡ് ഇത് വന്നിട്ടും ഫാക്ടർ നോട്ട്സിൻ്റെ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാം. എന്താ പറയുക, കാര്യം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ഞാൻ സൂമ്പൊക്കെ ചേർന്നേക്കണം. അപ്പോൾ അതിലുള്ളത് ഭയങ്കര തന്നെ, കാരണം ആ ഒരു കുറച്ച് നേരം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ആലോചിക്കില്ല. 45 മിനിറ്റ് ഫുൾ അതന്നെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ ചാവി തിരഞ്ഞെടുക്കുകയാണ്, ലേറ്റായി പോകാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം. ബാഗ് റെഡി ആക്കിയിട്ടുണ്ട്, ബാഗും ബോട്ടിലും കുപ്പിയും, അതിന് ബോട്ടിൽ ഷൂവും അതിലുണ്ട്. ചാവി വണ്ടിമേ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. വെറുതെ കുറേ ടൈം അങ്ങനെ കളഞ്ഞു.
ഞാൻ പോട്ടെ. ഇന്ന് ആക്ച്വലി ഞങ്ങളോട് ബ്ലാക്ക് ഇട്ട് വരാൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കണ്ടാവും. ഞാനിപ്പോൾ പോയി തുടങ്ങിയിട്ട് 3 ആഴ്ചത്തോളമായി. ഞാൻ ലീവ് അങ്ങനെ എടുക്കാറേ ഇല്ല. ഇഷ്ടമാണ് വരുന്നത്. നമുക്കൊക്കെ ഡാൻസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മുടങ്ങാണ്ട് വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുറച്ച് ടൈം നമുക്കൊന്നും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. ആദ്യം ഫ്രണ്ട് കിട്ടാ 1 2 3 4 കാലിന് ഫുൾ ഇങ്ങനെ അത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ട് 1 2 3 4 5 6 7 8 1 2 3 അങ്ങനെ സൂംബ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ഇരുന്ന് എൻ്റെ മുഖം ഇങ്ങനെ റെഡിഷ് കളറാവും കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഞാനതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ചെറുതിനെ കൊടുന്ന് അതാ പാലിക്കുന്നത് ഇന്ന് വേറൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ എന്താണ് പൂരാടവാണിപ്പത്തിൻ്റെ ഘോഷയാത്ര ഉള്ള ദിവസമാണ്. രാവിലെ എണീറ്റ് ചായ, ഇഡ്ഡലി, സാമ്പാർ. എനിക്ക് ഇഡ്ഡലി ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഉഴുന്നിട്ടാ ഞാനിപ്പോൾ ഇത് 3 നേരം തരാണെങ്കിൽ ഞാൻ 3 നേരം കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. പുട്ടും ഇഷ്ടമാണ്. എനിക്ക് വെള്ള കളറുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിക്കും. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഘോഷയാത്ര ഉണ്ട്. അപ്പോൾ എടപ്പാളിൽ നിന്ന് അങ്ങാടി വരെ ഘോഷയാത്ര ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങണമെന്നില്ല, പക്ഷേ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്താ പറയുക, തന്നെ കുട്ടികളെ വിളിച്ചിട്ട് എണീപ്പിച്ച് ക്ലാസ്സിന് വരട്ടെ സ്റ്റുഡൻസ് അപ്പോൾ എങ്ങനെ എണീറ്റതാണ്. അപ്പോൾ 2:30-ക്കായിട്ടാണ് ഘോഷയാത്ര ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണം. എനിക്കൊന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ. കുട്ടൻ ബിരിയാണി കഴിക്കാൻ ഒരു പൂരി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ നമുക്ക് ബിരിയാണി വെക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള സവാളും കാര്യങ്ങളും അരിയാം. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ ഉറക്കാൻ പറ്റും. ഉറച്ച് തീർക്കണം. ബിരിയാണി വെച്ച് പിന്നെ ഘോഷയാത്രക്കുമ്പോൾ സെറ്റാവും, നടക്കാം. പിന്നെ സൂംബ ക്ലാസ് എടുക്കുന്നു, അതിന് പോകണം.
ലാസ്റ്റത്തെ ഉള്ളി അരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു എരിച്ചിൽ. ഞാൻ അരക്കില്ല, ഉണ്ടാവുമല്ലോ, വീണ്ടും അരിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ ഒരു ഉള്ളി കണ്ണ് കുത്തലിട്ടില്ലേ. ഞാൻ എന്നിട്ട് എണീറ്റ് അല്ല മൊത്തം കഴിഞ്ഞു കേട്ടോ, മൊത്തം കഴിഞ്ഞ് ഇനി ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില്ലറ പരിപാടികൾ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ദിസ് ഈസ് ചിക്കൻ ബിരിയാണി അല്ല, കുട്ടൻ ബിരിയാണിയാണ്. അത് കഴിഞ്ഞിട്ടൊരു വൈകുന്നേരം ആയപ്പോൾ 4 മണിക്ക് ഞങ്ങൾ ഘോഷയാത്രയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്ന്. അങ്ങനെ മാവേലി ആൾക്കാരൊക്കെ വന്ന് 2:30 തുടങ്ങുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. മക്കളൊക്കെ യൂണിഫോമൊക്കെ മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് വിളിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇടപ്പാളിന്റെ സന്ധ്യയ്ക്ക് പൂത്തിരി കൊളുത്തി ഹൃദയങ്ങളിൽ വർണ്ണവസന്തം തീർത്ത മഹാഗംഭീര ഘോഷയാത്ര ഇതാ പ്രിയമുള്ളവരെ ഇതുവഴി കടന്നു വരുന്നു. ഇടപ്പാളിന്റെ സന്ധ്യയ്ക്ക് പൂത്തിരി കൊളുത്തി ഹൃദയങ്ങളിൽ ഇടപ്പാളിന് പ്രകമ്പനം കൊള്ളിച്ച് ഇടപ്പാളിന്റെ നാമം ഇടം നേടിയ പുരാണ വാണിഭത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഇതാ ഇതുവഴി കടന്നു വരികയാണ്. ആർക്കുവിളിയോടെ അരമണിക്കിലുക്കിക്കളിച്ച് പുലികളും വരികയാണ്. എടപ്പാളിന്റെ സാംസ്കാരിക നാടിന്റെ നന്മയും ഇടപ്പാടിലെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ അടിവെച്ചടുക്കുന്നു ഈ നാടിനെയാകെ ആഘോഷിക്കാം. വരും ഇടപ്പാട് അങ്ങാടിയിലേക്ക്. ഇടപ്പാളിന്റെ സാംസ്കാരികത്തിന് പുത്തൻ നിറമേകി വർണ്ണ കാഴ്ചയുടെ മഹാമേള. പുരാണ വാണിഭത്തിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക നാടിന്റെ നന്മയും. ഇന്ന് പോരാട്ടത്തിൻ്റെ പരിപാടിയുള്ള ദിവസമാണ്, പ്രോഗ്രാമുള്ള ദിവസമാണ്. മാറ്റിയിട്ട് എനിക്ക് പക്ഷേ ഇറങ്ങണില്ല, ഇന്ന് പ്രശ്നം ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പരിപാടി വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ. അപ്പോൾ എല്ലാവരും കൂടി നടന്നിട്ട് റെഡി ആയിട്ട് പോവുകയാണ് ചെയ്യാറ്. അങ്ങനെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് കടന്നു. അഭ്യാസങ്ങൾ ആയുധമായാലും ചെറുകയായാലും അത് ആൺകുട്ടികൾക്ക് മാത്രം. അവിടുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് ഞങ്ങൾ സാധനം മേടിക്കാൻ ഇറങ്ങി, കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നേരം നടന്നു, മഴ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനം വാങ്ങിച്ചൊന്നുമില്ല, കുറച്ച് കമ്മൽ വാങ്ങിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.